പെണ്ണിനെ പോലെ നടക്കുന്നു, പല പേരുകൾ വിളിച്ച് നമ്മളെ കളിയാക്കരുത്. ആ ഒരു കളിയാക്കലുകളൊക്കെ ഏറ്റവും മേടിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഠിച്ച് ഞാനായിരിക്കാം. സ്കൂളിലെ കുട്ടികളെ കൂടെ പഠിച്ചവരും നാട്ടുകാരും വീട്ടുകാരും. ആൻഡ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ. ഇങ്ങനെ നടക്കുന്നുണ്ടോ? കാർക്ക് എൻ്റെ മേലെ തുപ്പിയിട്ടുണ്ട്, പബ്ലിക്കായിട്ട് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു തന്നെ? അതാണ് ജീവിക്കാനുള്ളൊരു വര എന്നുള്ള സാധനം. അത് നമുക്കുള്ളിൽ സ്വന്തമായിട്ടൊരു ധൈര്യം വരും നമ്മുടെ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അത് സ്റ്റോറി പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ അത് ഞാൻ ഈ തുപ്പി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ മേലേക്ക് തുപ്പുന്നു അല്ലെങ്കിൽ നാട്ടിലുള്ള എൻ്റെ കൂടെ പഠിച്ചവര് റോട്ടിൽ വെച്ച് കാണുമ്പോൾ. കാരണം ഞാൻ പോകുന്ന പെൺകുട്ടികളുടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളുടെ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ ബെഞ്ചിലിരിക്കുന്ന സമയത്തായിരിക്കും അടുത്തടുത്ത് ആൺകുട്ടികളുടെ കൂടെ. ബാക്കിയുള്ള ഫുൾ ടൈം ഞാൻ പെൺകുട്ടികളുടെ കൂടെയാണ്. അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. എൻ്റെ ബ്രദർ എന്നെ റോട്ടിലൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അടിച്ചിട്ട്. പെൺപിള്ളേരുടെ കൂടെ നടക്കുന്നുണ്ട്. പെൺപിള്ളേരെ കൂടെ നടക്കുന്നുണ്ട്, പെണ്ണുങ്ങളെ പോലെ നടക്കും. ഇത് എപ്പോഴാണ് വീട്ടുകാർ ഇത് അംഗീകരിച്ചു തുടങ്ങിയത്? അംഗീകരിച്ച് എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. അതുവരെ അത്രയും വർഷങ്ങളോളം